ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചാന്മാർക്കും സ്വാഗതം. ഇപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നേക്കണത് നമ്മുടെ ഖലീഫ ബസ്സുമായിട്ടാണ് ഗൈസ്. നമുക്ക് ഇന്ന് പിന്നെ ഒരു ചെറിയൊരു പണിയുണ്ട് ഗൈസ്. നമുക്ക് ഈ വണ്ടി ഒന്ന് നമുക്കൊരു അപ്ഡേഷൻ കൊണ്ടുവരാനുണ്ട് ഈ വണ്ടിക്കകത്ത്. മറ്റേ കണ്ണിൻ്റെ സംഭവമില്ലേ, അത് നമുക്ക് ഈ ബസ്സിൻ്റെ അകത്ത് കൊണ്ടുവന്നാലാന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്ത് അങ്ങോട്ട് വിടാം. സിയാൻ വണ്ടിക്കുള്ളിലുണ്ട്, പവർ റേഷായിട്ട് ഇരിക്കൊണ്ടല്ലേ. പിന്നെ ഈ വണ്ടി നമ്മൾ അധികം കാണിച്ചിട്ടില്ല വീഡിയോയിൽ. കാരണം ഈ വണ്ടി കുറച്ച് ഓട്ടത്തിനൊക്കെ പോയേക്കണേ. ഇപ്പോഴാണ് നമ്മുടെ ഫ്രീ ആയിട്ട് വന്നത്, അപ്പോഴാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ കൊണ്ടുവന്നത്. ഈ ഓട്ടത്തിന് കൊണ്ടുപോയ ആൾ ശരിയല്ല ഗൈസ്. കണ്ട, സൈഡ് ഇടിച്ച് പൊളിച്ച് വെച്ചേക്കണേ. കണ്ട ഗൈസ്, നമ്മൾ എപ്പോൾ പോയാലും മിറർ പൊട്ടിയായിരിക്കുള്ളൂ. എന്നാലും അതും കൂടി ശരിയാക്കിയേക്കല്ലേ സിയാൻ. ഇപ്പോൾ സബ് ചെയ്യാനുള്ളൊരു സബ് ചെയ്തു, സിയാനെ അടിച്ച് പൊളിക്കാനുള്ള അടിച്ച് പൊളിച്ചു. പിന്നെ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ആരാണെന്ന് ആർക്കാണെന്ന് നമുക്കറിയണം. അപ്പോൾ കള്ളൻ്റെ ഫാനാണെങ്കിൽ കെ വെച്ച് തുടങ്ങിക്കോ, എ വിയുടെ ഫാൻസ് ആണെങ്കിൽ എ വെച്ച് കമൻറ്റ് ചെയ്തു. നമുക്ക് നോക്കാം ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതെന്ന് അല്ലേ. അപ്പോൾ പിന്നെ സിയാനെ എന്തൊക്കെയുണ്ട് പരിപാടി? നിന്റെ മിൽമ ഫാക്ടറിയും പിന്നെ തുറന്നൊക്കെ അറിഞ്ഞു. അയ്യോ പക്ഷേ സിയാനത് റിസൈനായി കളഞ്ഞു ഗൈസ് മിൽമ ഫാക്ടറിന്ന്. ഇപ്പോൾ സിയാനൊരു പശുവിനെ പിടിച്ച് കറന്നുകൊണ്ടിരിക്കണേ. റിസൈൻ ചെയ്ത് ഇപ്പോൾ പശുവിനെ പിടിച്ച് കറക്കാൻ റിസൈൻ ചെയ്തിട്ടില്ല, അവൻ ജോയിൻ ചെയ്ത്. സിയാനെ നോക്കിക്കോ. കള്ളന്റെ കള്ളത്തരം. അയ്യോ ഹമ്പ്, ഞാൻ പെട്ടെന്ന് കണ്ടില്ല. എന്നിട്ട് സരള ചേച്ചി കണ്ടുപിടിച്ചെന്നൊക്കെ പറയണ്ടേ. ലിപ്പ് തട്ടിയില്ല, ഭാഗ്യം. എന്റെ പൊന്നോ. അപ്പൊ നമുക്ക് സീനില്ലാണ്ട് പയ്യനെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ ഡോർ ഞാൻ തോന്നിട്ടേ, സോറി. അപ്പൊ ഗൈസ് നമുക്ക് ഇനി നേരെ പയ്യനെ അങ്ങോട്ട് പോകാം ഗൈസ്. നമുക്ക് കണ്ണാട്ടോ കൊണ്ടുവരണ്ട, കണ്ണ് വേഗം പയ്യനെ പോകാനുള്ള ബസ്സാണ്, കുതിര വണ്ടിയൊന്നും. ഇത് കുതിര വണ്ടിയൊന്നും അല്ല. അപ്പോൾ നമുക്കിങ്ങനെ പയ്യനെ പോയിക്കൊണ്ടേയിരിക്കാം. പിന്നെ ഒരു ബ്രോ ബ്രോ ആ ആപ്പിന്റെ പേര് ഞാൻ പറഞ്ഞു തന്നേക്കാം, ഓക്കെ അല്ലേ? ആ മാപ്പിന്റെ ഫുൾ എൻഡ് വരെ പോയിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നാ പോരെ. അതന്നെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വേണമെങ്കിൽ ആ മാപ്പിൽ പോണ വീഡിയോ എന്തായാലും ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതും നമ്മ ഏത് ബസ്സിൽ പോകണമെന്ന് നമ്മൾ ആലോചിക്കണം. കൊമ്പൻ ബസ്സിന് പോകണോ ഖലീഫക്ക് പോകണമെന്ന് നമുക്ക് ആലോചിക്കണം. എടാ എല്ലാ ബസ്സിലും ലിപ്പ് തട്ടും. ലിപ്പ് ഊരിക്കാണുന്ന ബസ് അണ്ടർവേൾട്ടുണ്ടോ ബസ്? എന്ത് മണ്ടനാണ് ഗൈസ്. പൈസ നമുക്ക് ഇങ്ങനെ പയ്യനെ വിടാം. സിഗ്നലൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങത്തോട് മര്യാദക്ക് വണ്ടി ഓടിക്കാൻ പോണാണ് അല്ലേ. ഇനി ഞാൻ ഇടിക്കൂല, ഇടിച്ചു കഴിഞ്ഞാൽ സിയാനെ നിനക്ക് ഓടിക്കാൻ തരാന്. പൈസ നമ്മ അങ്ങനെയായിരിക്കും ഇനി പോണത്. ഇടിച്ചൊന്ന് മുട്ടിക്കഴിഞ്ഞാൽ ഞാൻ സിയാന് കൊടുക്കൂല. അതാണ് നമ്മുടെ ഐക്കോണിക്ക്. ആ ചേട്ടൻ കൈ കാണിച്ചാണ്. അമ്മോനെ കയറി സിയാനെ കുത്തിക്കൊല്ല്. ശരി, നമ്മളെ KSRTC ആണെങ്കിൽ അവനെ കയറ്റി വിടായിരുന്നു കൈസ്. അയ്യോ നമുക്ക് സിഗ്നലൊന്നും പാലിക്കണ്ട, നമ്മ ഇച്ചിരി പ്രൊഫഷണൽ ഡ്രൈവർ ആയതുകൊണ്ട് സിഗ്നൽ തന്നെ. ഗൈസ് നമുക്ക് പയ്യനെ ഇങ്ങനെ പോകാം. ഗൈസ് നമുക്ക് പെട്രോൾ അടിക്കണം കേട്ടോ, പെട്രോൾ കുറവാണ്. അപ്പോൾ നമുക്ക് നേരെ പെട്രോൾ പമ്പ് ചെയ്യാനേ. പെട്രോൾ പമ്പ് സൈഡിലുണ്ട്. ആ സൈഡിലില്ല, നേരിട്ട് കാണാൻ നമ്മളെ ലിറ്റർ ഫുള്ളാണ്. ലിറ്ററാ? അതെന്ത്? അയ്യോ ഇടിച്ച്. ഓക്കെ ഗൈസ് നമുക്ക് അപ്പം പയ്യനെ ഇങ്ങനെ കയറ്റി. ചേട്ടാ 500 അടിച്ചേക്ക, 500 അതെന്നാണ് അടിക്കാത്ത. അപ്പോൾ ഗൈസ് നമ്മളാണ്ട് അടിക്കണം. ശരി, നമ്മളല്ല അടിക്കണം, ആൻറ്റിയാണ് അടിക്കണം. ആൻറ്റി വെക്കോടി, സ്പീഡ് അടി ആൻറ്റി. അടിക്ക് അവിടെ അടി ബ്രോ അങ്ങോട്ട് ഇച്ചിരി മിണ്ടാണ്ടിക്കണം. അപ്പോൾ ഗൈസ് നമുക്കിങ്ങനെ പയ്യനെ ഞാൻ എവിടെ കൊണ്ടേ വണ്ടി കൊടുക്കേണ്ടത് ശരിയാക്കാൻ. നേരെ വിട്ടോ അപ്പുറത്തെ വീട്ടിൽ. ഇടിച്ചിട്ടൊന്നുമില്ല, ലൈഫ് വേണം ആളാ എൻ്റെ പൊന്നു. ഗൈസ് ഈ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മ കണ്ണിൻ്റെ സാധനം കൊണ്ടുവരാൻ പോണത്. അപ്പൊ നമുക്ക് പയ്യനെ പോകാൻ. നീ എന്താണ് ഡോർ തുറന്നു അടച്ചും കളിക്കണേ എൻ്റെ പൊന്നു. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി പയ്യനെ അങ്ങോട്ട് വിടാം. അതാണ് എൻ്റെ ഒരു ഇത്. മിണ്ടാണ്ടിക്കടാ. അപ്പോൾ പിന്നെ നമുക്ക് ഒരു വണ്ടി എടുത്താലാന്നൊക്കെ ഒരു ആശയമുണ്ട് അല്ലേ സിയാനെ? അതെ ഒരു ചേസ് അങ്ങോട്ട് എടുത്ത് പണി ചെയ്താലേ.
ആ അതെ അതെ ചേസ് ആ അതെ അതെ ചേസ്. അപ്പോൾ നമുക്കൊരു ചേസ് എടുക്കാം. നമുക്കൊരു ചേസ് എടുക്കാം ഗൈസ്. അതിനൊരു സമയമാവട്ടെ അല്ലേ? അപ്പം നമുക്ക് ഇച്ചിരി ദൂരം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അമ്മ വന്നത് ഏതൊക്കെയോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് അവൻ്റെ വീട്. ഗൈസ് നമ്മ ഇപ്പോൾ ജോലി സ്ഥലത്തായിട്ടല്ല കൊണ്ടുപോകണം. അവൻ്റെ അമ്മ അപ്പോൾ ഗൈസ് അവൻ്റെ വീട് ഇവിടെ എവിടെയാന്നൊക്കെയാണ് പറയണത്. നമുക്കൊന്ന് നോക്കണമെന്ന് അല്ലേ ചെയ്യാനേ? അമ്മ ആണതൊന്ന് ഒതുക്കാൻ സ്ഥലമുള്ള ഒരു സ്ഥലത്ത് അങ്ങോട്ട് കയറ്റിട്ടിട്ട് അവനെ വിളിക്കാനാണ്. നമുക്ക് ഇവിടെ ഒതുക്കിയാലോ? കാണാൻ പറ്റണില്ല ഗൈസ് ഒന്നും. എന്ന് സൈഡിൽ എന്താ ഉള്ളത്? ഗൈസ് ഇവിടെ ഇട്ട് പണിയിപ്പിക്കാന്ന് പറ്റൂല അവന് ഗൈസ്. അപ്പോൾ നമുക്ക് വേറെ ഒരു സ്ഥലം നോക്കാം. അവനിപ്പോൾ ജോലി സ്ഥലത്തല്ല ഗൈസ്. ഗൈസ് ഈ വണ്ടി നല്ല സ്മൂത്തായിട്ട് ഓടിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. ഇപ്പോഴാ വണ്ടിയുടെ വർക്ക് കണ്ടിട്ട് നീ ഓടിച്ചാൽ മതി. ഇവിടെ ഇട്ട് പണി ചെയ്യാൻ സീനില്ലല്ലോ. അയ്യോ ചേട്ടൻ ചത്തില്ല ഭയത്തിന്. ഗൈസ് നമുക്ക് ഇവിടെ അല്ല റോട്ടിട്ട് പണി സൈഡ് ഒരു കയറ്റവണ്ട ഇവിടെ എവിടെയാണ്ടൊക്കെ അവിടെ ഇട്ട് പണിയാ നമുക്ക്. സൈഡ് പറഞ്ഞേ പൊട്ടെ ഇടിച്ച് അപ്പൊ കാറുകാരൻ വന്ന അമ്മേ ഞാൻ കണ്ടില്ല. സോപ്പ് പൊട്ടിയും കൊണ്ട് പോണേ അമ്മമാര്. പൈസ നമുക്കിനി ഇവിടെ ഒരു കയറ്റമുള്ളൊരു വഴിയുണ്ട് ഗൈസ്. പക്ഷെ യാത്ര ആയതുകൊണ്ട് അങ്ങനെ മനസ്സിലാവണില്ല അങ്ങോട്ട് ഒന്നും. ഞാൻ ഈ സൈഡിൽ വല്ല വഴി വേണ്ടാന്ന് നോക്കിക്കോട്ടെ. കാണാൻ പറ്റല്ലേ? അത് തന്നെ ഗൈസ് കാണാൻ പറ്റണില്ല. അങ്ങോട്ട് നോക്കിയിട്ട് മൊത്തം ഇരുട്ടായിട്ടാണെന്ന് തോന്നണത് അല്ലേ? അതെ അത് തന്നെ. ഈ സ്ഥലത്തിലുള്ള ബൾബ് കത്തിച്ച് വെക്കാൻ പാടില്ല റോട്ടിലെങ്കിലും. ഗൈസ് ഒന്നും കാണാൻ പറ്റ. അതെ ഇവിടെ ഇട്ട് ഒതുക്കി പണി ചെയ്യാൻ പറ്റുമോ ഇനി? എവിടെയെങ്കിലും ഇട്ടാന്ന് എനിക്ക് വിശക്ക. നീ കുറച്ചിന് മുമ്പ് ഒരു കുഴി വന്തി വെച്ചിട്ടാന്ന് ചേട്ടാന്ന് വെക്ക നടന്നു പോകുന്നു. അല്ലെങ്കിൽ ഞാൻ ഇടിച്ച് കയറ്റി കളയാൻ വേണ്ടി. ഗൈസ് അവൻ്റെ വീട് തൊട്ടപ്പുറത്താണ്. ദൂടിട്ടോ ഇവിടെ ഇട്ടാൻ പറ്റൂലടാ. ശോകമാണ് ഗൈസ്. ഒന്നും പറയില്ല. എടാ പൊട്ട റോഡ് സൈഡാണ്ടാ. അതിനിപ്പോ എന്താ? വീടിന്റെ സൈഡൊന്നുമല്ല ഇത്. എൻ്റെ പൊന്നോ ഒന്നും കാണാൻ പറ്റണില്ല ഗൈസ്. ഗൈസ് അവൻ നമ്മളൊപ്പം ഉണ്ട്. അവൻ എവിടെയാണ് വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കണാണ് അവൻ. അവനെ മറ്റേ എന്തോ എടുക്കാൻ പോയേക്കണല്ലേ ഗൈസ്. അവൻ കയറിയില്ല അപ്പ നമ്മളപ്പം. ഞാൻ വെച്ചാൽ അവൻ കയറോ. മഴ പെയ്തല്ല ഗൈസ്. ഇനി ഇപ്പൊ എന്ത് ചെയ്യാനാണ്? നല്ല സ്ഥലമാണ്. പോസ്റ്റ് ഇടിച്ചിട്ടൊന്നുമില്ല ഗൈസ്. ഇവിടെ നല്ല സ്ഥലമാണ്. ഇവിടെ ഒരു കയറ്റമുള്ള ഒരു സ്ഥലം ഉണ്ടോ? എടാ ഇവിടെ പണിയാൻ പാടായിക്കോന്. അവൻ കണ്ണാപ്പിയാ ഗൈസ്. നമുക്ക് ഒതുക്കാൻ പറ്റിയൊരു സ്ഥലം വേണം. ഇവിടെ കിട്ട ഫൈൻ വരും, അതാ പ്രശ്നം. പക്ഷെ നമ്മ അപ്പൊ ഇവിടെ തന്നെ ഇടും. ചെയ്യാൻ കൊടുത്തേക്കോല പൈസ. എൻ്റെ പൊന്നു ഗൈസ്. ഗൈസ് ഞാൻ ഇവിടെ ഇടാനത് തൊട്ടപ്പുറത്ത് MBD ഒക്കെ ഉണ്ടായി, പോലീസ് ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഇടാനത്. പിന്നെ ഒന്നും കാണാൻ പറ്റാത്തോണ്ടേ എവിടെയോ പോയി ഇടിച്ചെന്ന് തോന്നണം വണ്ടി അല്ലേ? പക്ഷെ റോഡ് സൈഡാണ്ട് അതേ വണ്ടിയൊക്കെ ഫ്രണ്ടിൽ വന്ന് ഇടിക്കും. അതിനിപ്പോ എന്താന്നാ നീ വന്ന് പണിയോ ബസ്? ഗൈസ് ഇപ്പൊ ഒന്നും കാണാൻ പറ്റാത്ത മതിയാക്ക അവിടെ തന്നെ ഇട്ടാൽ മതിയായിരുന്നു ഗൈസ്. എനിക്ക് ഒരു വ്യൂ പോയിന്റ് ഒക്കെ കിട്ടാൻ വേണ്ടി. ഗൈസ് നല്ലൊരു വ്യൂ പോയിന്റ് ഉള്ള ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. നീ പറമ്പിലാട്ട് അങ്ങോട്ട് കയറ്റിട്ടേക്കാം ബസ് അല്ലേ? അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഇവിടെ അങ്ങോട്ട് ഇടാം. അവന് ഇവിടെ നിന്ന് അങ്ങോട്ട് പണി ഇരിക്കുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നണത്. അവനപ്പോൾ വിളിച്ചു പറഞ്ഞേക്കണം ബസ് നമ്മ ഏതോ ഒരു പറമ്പിക്കൊണ്ട് ഇട്ടണമെന്ന് പറഞ്ഞേക്ക്. ലൈറ്റ് ഓഫ് ആക്കണം വണ്ടിക്കകത്ത്. നമുക്കപ്പോൾ വണ്ടി ശരിയാക്കി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ ഇട്ടിട്ട് പോവാം. അത് തന്നെ ഗൈസ് വണ്ടി ഇവിടെ ഇട്ടിട്ട് പോവാം. നമുക്ക് ഇനി അങ്ങോട്ടൊക്കെ ചായക്കട ഉണ്ടോ നോക്കിയിട്ട് ഒരാളാ ചെയ്യാൻ. അപ്പോഴേക്കും അവനെ വിളിച്ച് പറഞ്ഞേക്ക്. ചേട്ടാ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്, വേഗം ഒന്ന് ശരിയാക്കിക്കോ. ഓക്കെ ബൈ ബൈ. ചെയ്യാൻ എൻ്റെ ഒപ്പം പാടാ. ഞാൻ ബാക്കാട്ട് ക്യാമറ എടുക്കൂല. അയ്യോ ഇപ്പൊ ടാങ്കർ ഞാൻ കൊണ്ടുപോയാനെ. അയ്യോ ഇതേ പോനോ ഇപ്പൊ എടാ ഇപ്പൊ നമ്മ ഇരിക്കണത് കടലിലാണ്. നമുക്കൊരു ദിവസം ടെന്റ് അടിച്ച് ഇവിടെ ക്യാമ്പ് ചെയ്താലേ ഗൈസ്? നമുക്ക് ഇവിടെ ഒരു പ്രാവശ്യം ക്യാമ്പ് ചെയ്യാട്ടാ. വൈബായിരിക്കും. അയ്യോ ചേട്ടാ എനിക്ക് പേടിയാടേ വല്ല. അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ മനോഹാരിതയെ നോക്കിയിരിക്കാം. അപ്പോഴൊക്കെ വന്ന് വണ്ടി പണിയട്ടെ. എടാ നീ വിളിച്ച് പറഞ്ഞല്ലേ?
അപ്പോൾ ഇനി നമുക്കിവിടെ കുറച്ചൊരു ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ നമുക്ക് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവൻ വണ്ടി ശരിയാക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് തോന്നണത് അല്ലേ ചെയ്യാനേ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. എന്താ ഹലോ പറ. ഓക്കെ ശരിയാക്കിയാ അങ്ങടെ കൊല എന്താടാ എടാ അങ്ങടെ ചെല്ലാൻ. സോ ഫാസ്റ്റ് ഗൈസ് അമ്മ വീഡിയോ കുറച്ചത് കട്ട് ചെയ്ത് കാണിച്ചുകൊണ്ടാണ് കുറേ നേരം പിടിച്ച് എൻ്റെ പൊന്നോ സോ ഫാസ്റ്റ് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എവിടെ വണ്ടി ലൈറ്റ് വർക്ക് എടാ നീ അതിനെ ഓണാക്കി വെക്ക. ശരിയാണല്ലേ, അല്ലാണ്ട് അവനെന്താ പണി ചെയ്തിട്ടില്ല. ഇല്ല നീ ഒന്നുകൂടി നോക്കില്ല സ്വിച്ച് പിടിച്ച് വെക്കി നോക്ക്. എല്ലാ സ്വിച്ചും കിട്ടണല്ലാന്നൊക്കെ കളയാലേ. അതെ ടിങ് ടിങ് ടിങ്. അയ്യോ വണ്ടി ഓഫ് ആയി പോയി. അയ്യോ വണ്ടിയുടെ ലൈറ്റ് ഓഫ് ആയി പോയി ഗൈസ്. സിയാ ഫാൻ കറക്കാൻ നോക്കിയെന്ന് തോന്നട്ടാ. അയ്യോ അതന്നെ ഗൈസ് ഇതല്ലേ സാധനം. നമ്മ പണിയിപ്പിച്ചിട്ടുണ്ട് വണ്ടി പണിയ നാളായി പൊട്ടാ. ഞാൻ ഇച്ചിരി ഉറങ്ങിയതുകൊണ്ട് ഇവിടെ കിടന്ന് അങ്ങനെ വരിക്കുക. എന്താണ് ആ ചേട്ടൻ നിന്നെ കയറി പിടിച്ച? എവിടെയൊക്കെ കയറി ചേട്ടൻ പിടിക്കണം. ആ പൊട്ടാ നീ പിന്നെ എന്നെ കയറി പേടിപ്പിച്ച പിന്നെ ഞാനെന്ത് ചെയ്യും? എന്താടാ ഉള്ളിൽ കുറച്ച് ബഹളം? എടാ ഈ ചേട്ടൻ വെറും സീനാട്ടാ. എടാ പാവോടാ സിയൻ. അവനെ പിടിച്ച് കൊന്നേക്കാൻ കാട്ടി പാവോര്. എടാ അപ്പൊ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്താലേ? അപ്പൊ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. എല്ലാ ലൈറ്റ് ഇട്ട് കാണിച്ചോളി. ഗൈസ് എല്ലാ ലൈറ്റും നിങ്ങൾക്ക് ഇട്ട് കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ എല്ലാ ലൈറ്റും. കണ്ടോക്ക് നമ്മുടെ കണ്ണിൻ്റെ സാധനം ഇപ്പൊ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടോ ഗൈസ് കൊണ്ടുവന്നത്. പിന്നെ വണ്ടിയുടെ ഉള്ളിലുള്ള ലൈറ്റ് പണ്ടേ പവറേഷായിരുന്നു. ഞാൻ ഹാൻഡ് ബ്രേക്ക് പിടിക്കാത്തോണ്ട് ഏതോ വീടിന്റെ മൂലക്ക് കയറിപ്പോയി ഗൈസ്. ഇത് പറയാനേ വീഡിയോ വൈകിട്ടപ്പോടെ. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് വണ്ടിയുടെ ഉൾഭാഗം. കണ്ട നല്ല ലൈറ്റ് വർക്കൊക്കെ ഉണ്ട്. നമുക്ക് ഡോറൊക്കെ തുറന്നു വേണമെങ്കിൽ കാണിച്ചു തരാം. കണ്ട ഇതൊക്കെയാണ് ക്യാബിൽ വ്യൂ. ഞാൻ ഇറങ്ങി കാണിച്ചു തരാം. കണ്ട ഗൈസ് സെറ്റല്ലേ കണ്ണിൻ്റെ സാധനം? ഗൈസ് ഇതാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിപ്പോൾ. ഇനി നമുക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട് ഗൈസ്. നമുക്ക് ടോപ്പ് ലൈറ്റ് വെക്കണം, അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ട് അല്ലേ ചെയ്യാനേ? പൈസ ചേട്ടാ ആ പൈസ ചെയ്യാൻ തരാം കേട്ടോ. അപ്പൊ ഓക്കെ ഓടിക്കോ ചെയ്യാനേ. ഗൂഗിൾ പേ ഇട്ട് എന്നെ വിളിച്ചാൽ മതി. ബസ് കൊണ്ടുപോയിക്കോളാം. അയ്യോ അപ്പൊ ഞാൻ എങ്ങനെ പോകും? അപ്പൊ നീ പോണില്ലേടാ? എടാ വിട്ടോ നീ. ചേട്ടാ ആ പൈസ തന്നല്ല ഗൈസ്. ഇവനാട്ടോ നമ്മുടെ വണ്ടി പണി ചെയ്താ ഇതൊക്കെ. ചേട്ടാ അപ്പൊ സെറ്റ് ആയല്ലോ. ഓളോ പിന്നെ ആ ചക്കൻ്റെ അടുത്തൊന്ന് മര്യാദക്ക് ഇരിക്കാൻ പറ. അങ്ങനെ ആളെ പേടിപ്പിക്കില്ലേ എന്നൊക്കെ പറയട്ടാ. ചേട്ടാ പൈസ ഈ ചേട്ടനാട്ടോ നമ്മുടെ ഈ ലൈറ്റൊക്കെ പണി ചെയ്താ. ചേട്ടാ അപ്പോൾ ഓക്കെ പൈസ ചെയ്യാൻ തന്നല്ല. ഓളോ അവൻ പൈസ ഒക്കെ തന്ന്. ഇനിയില്ലേ ഇനി ഇത്തിരി കൂടി പൈസ തരാനുണ്ട് 500 രൂപ. അത് ഇപ്പം തന്നെ ചേട്ടാ എൻ്റെ കയ്യിൽ ചേട്ടാ. അവൻ്റെ അടുത്ത് തന്നെ ചോദിച്ചാൽ അവൻ ഇട്ടേക്കാം. അപ്പോൾ ഓക്കെ ബൈ ചേട്ടാ. പൈസ ആ ചേട്ടനാട്ടോ നമ്മുടെ ഇത് പണി ചെയ്തത്. നല്ല മഴ പെയ്യാനുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ് നമ്മുടെ വീഡിയോ അതിൻ്റെ പേര് എടാ ഉള്ളിലും മഴ പുറത്തും മഴ എന്തെടുക്കാനല്ലേ? എന്ത് പറഞ്ഞ ബസ് ചോർച്ചേണ്ട? അല്ല അതല്ല ഞാൻ വീട്ടിലും മഴ പുറത്തും മഴ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അല്ലേ? അതന്നെ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഉൾഭാഗം. ഗൈസ് ഈ ലൈറ്റ് വർക്ക് നമ്മുടെ സിയാൻ ഡിസൈൻ ചെയ്ത ലൈറ്റാണ്. ഡിസ്കോ ലൈറ്റ് കൊള്ളാടാ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാം. അയ്യോ എന്നെ കാണാനില്ലല്ലേ? എന്നെ കണ്ടി. അപ്പോൾ ഗൈസ് നമ്മുടെ ബസ്സുകാരൻ എന്നെ കൊന്ന് പെട്ടിയാക്കിയേ. ഞാൻ മരിച്ചു പോയാ ഗൈസ്. ഗൈസ് നേരത്തെ മരിച്ചു പോയത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ. അപ്പോൾ ഓക്കെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ. സിയാനം ഇഷ്ടമുള്ളവർ വെച്ച് തുടങ്ങിക്കോ. അല്ലാത്ത അക്കള്ളന്ന് ഇഷ്ടപ്പെടുന്നവർ വെച്ച് തുടങ്ങിക്കോ. അപ്പോൾ ഓക്കെ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ. ഓക്കെ ബൈ. ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ ബ്രോ.